ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതണക്കത്തെ ഒരു പടം? ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27 ഇന്നാണ് നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ റിലീസ്. അങ്ങനെ ആദ്യ ഷോ കഴിഞ്ഞ് തിയേറ്റർ റെസ്പോൺസ് വന്നിരിക്കുകയാണ്. ഫിലിം എന്താ പറയുക, 100-ലൊരു 80% ആൾക്കാരും നല്ല രീതിയിലുള്ള റിവ്യൂ തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും ചില ആൾക്കാർക്ക് ചില നെഗറ്റീവ് റിവ്യൂ ഉണ്ട്. അതായത് ലാലേട്ടനെ കൊണ്ട് വേഷം കെട്ടിച്ചിരിക്കുകയാണ്, വിഡ്ഢി വേഷം കെട്ടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റെസ്പോൺസുകളും തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നെഗറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു സിനിമയുടെ റിവ്യൂ, തിയേറ്റർ റെസ്പോൺസ്, ചില നെഗറ്റീവ് റിവ്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞില്ലേ ഒരു ഗ്ലോബൽ മൂവിയാന്ന്. ആ പറയുന്ന രീതിയിൽ തന്നെ ഗ്ലോബല് പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തമിഴ്, തെലുങ്ക്, കന്നഡ ആ രീതിയിൽ തുടങ്ങി മലയാളത്തിലോട്ട് പോണ്. ഹോളിവുഡിലോട്ട് പോയിട്ടില്ല, പിന്നെ ബോളിവുഡിലോട്ട് പോണ്. ഒരു പാൻ വേൾഡ് പടമാണ്. പാൻ ഇന്ത്യ കഴിഞ്ഞ് പാൻ വേൾഡിലോട്ട് പോകാൻ വേണ്ടിയുള്ള അത്രേ ഉള്ളൂ. ആ വേറെ ഒന്നുമില്ല. എസ്പെഷ്യലി ഏറ്റവും എടുത്ത് പറയേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഡിസൈനർ ലാലേട്ടൻ്റെ ആ കോട്ടുണ്ടല്ലേ, കോട്ട് സൂപ്പറാ, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ എൻട്രി ഒക്കെ തിയേറ്റർ കത്തിച്ചോ? ഏതാ എൻട്രി തിയേറ്റർ എൻട്രിയോ? പിന്നെ നമ്മളെ ടിനു പാപ്പച്ചൻ പറയുന്ന പോലെ ഇതിനെക്കാളും നല്ലത് മലക്കോട്ടെ വാലിബനിലെ ഇൻട്രോ അല്ലായിരുന്നു? നല്ല അത് ഇതിനെക്കാളും എന്ത് നല്ലൊരു പടമായിരുന്നു. തിയേറ്റർ കുലിങ്ങായിരുന്നു മോഹൻലാൽ എൻട്രിയില്. ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതണക്കത്തെ ഒരു പടം? ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി. ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ എത്ര കോടി എന്നൊക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ 2-3 1 ലക്ഷം രൂപ എല്ലാം വാടക കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ 2-3 ഹെലികോപ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മലയാള സിനിമയായിട്ടിട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന ട്രെയിലർ ഉണ്ട്. ഒരു ഹൈപ്പും ഇല്ലാതെ വരുന്ന ആ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി. അതിലാണ് പ്രതീക്ഷ, ടൊവിനോ. എന്തായാലും ഈ ഒരു ചേട്ടൻ്റെ റിവ്യൂ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ചേട്ടൻ അങ്ങോട്ട് എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിലിപ്പോൾ ഏതാ നമ്മുടെ ലാലേട്ടൻ്റെ വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ചേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടനെ കൊണ്ട് വിഡ്ഢി വേഷം കെട്ടിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ എന്താ പറയുക, കുറേ ഹൈപ്പ് കൊടുത്തു എന്നതല്ലാതെ പ്രത്യേകിച്ച് അത്ര വലിയ സംഭവമൊന്നുമില്ല. അതുപോലെ ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് എമ്പുരാൻ 3, അതായത് അടുത്ത പാർട്ട് വരും എന്നുള്ള ഒരു സൂചന ഉണ്ട്. അതിനാണ് ഇനി പ്രതീക്ഷ. അല്ലാതെ ഈ സിനിമ അത്ര വലിയ ഇതൊന്നും ഇല്ല. ലാലേട്ടൻ്റെ കോട്ട് അടിപൊളിയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു ചേട്ടൻ പറയുന്നത്. എന്തായാലും ഈ ഒരു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ തന്നെയാണ്. എന്തായാലും കുറച്ചുകൂടെ റിവ്യൂസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചേട്ടാ വില്ലനാരാ ചേട്ടാ? അടിപൊളി പടമാണ്. അടിപൊളി കിടു സൂപ്പർ പടം. വൻ വിജയം. മലയാള സിനിമയുടെ സീൻ മാറ്റി. എങ്ങനെയുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട് മോനെ പടം? അടിപൊളി. സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. പടം കൊണ്ട് എല്ലാം കൊണ്ടും ആവേശം, രോമാഞ്ചം, അടിപൊളി. പൊളിച്ചു. അടിപൊളി സിനിമ. പടമായിരുന്നു. എമ്പുരാൻ 3 കൂടെ ഉണ്ട്. സൂപ്പർ മൂവി, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. നല്ല പടം. സൂപ്പറാണോ? ആക്ഷൻ ഉണ്ട്. നല്ല വിഷ്വൽസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല പടം. ഇതിലൊരു പടം ലൂസിഫറാണോ സൂപ്പർ കണ്ടത് വെച്ച്? അങ്ങനെ പറയരുത്, ഇതൊരു ഹോളിവുഡ് സ്റ്റൈല് പടമാണ്. ഇത് പറഞ്ഞ വില്ലൻ ആരാ ഒന്നും പറഞ്ഞില്ല. വില്ലനെ പറഞ്ഞാൽ പിന്നെ പടം നിങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് പത്തനാപുരത്ത് സിനിമ കാണാൻ വന്നതല്ലേ? ഇവര് ഫാൻസുകാരല്ല. പടം എങ്ങനെയുണ്ട്? സത്യസന്ധമായി പറഞ്ഞ നല്ല പടമാണല്ലേ? ഇവിടെ വന്നത് ഫാൻസുകാർ അധികം ഇല്ല, അപ്പൊ അതിന്റെ ഒരു ത്രില്ല് കിട്ടുന്നില്ല എന്ന് വിട്ടാൽ പടം നല്ല പടമാണ്. വലിയ ഫാൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയതേ ഉള്ളൂ. അല്ലാതെ പടം നല്ലതാണ്. ആവറേജ് അഭിപ്രായമല്ല, ആവറേജ് തന്നെയാണ്. ലൂസിഫറിനേക്കാളും മികച്ചു നിൽക്കുന്ന പടം തന്നെയാണ്. ഒരു പാർട്ടോട് ഉള്ളത് കൊണ്ടും അതിലേക്ക് കഥ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട്. എന്നാലും അത് കഥ പോകുന്നതിന്റെ ഒരു ഇത് എങ്കിലും പടം ബെറ്റർ തന്നെയാണ്. ലൂസിഫറാണോ എമ്പുരാനാണോ സൂപ്പർ? 3-ാം പാർട്ടാണ് അടിപൊളി. പാർട്ടാണ് സൂപ്പർ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം നല്ല പടം തന്നെയാണ്. കിടുവാണ്. നല്ലതാ പറഞ്ഞ കണ്ടുവരില്ല. കാണണം. എമ്പുരാൻ കണ്ട കാശു എങ്ങനെയാന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം കാണേണ്ടി വരും. അടിപൊളി പടമാണ്, വേറെ ലെവല് പടമാണ്. മലയാള സിനിമയെന്ന് തോന്നിയില്ല, കാര്യം അമ്മാതിരി മേക്കിംഗ് ആണ്, ഒരു ഹോളിവുഡ് പടം കാണുന്ന പോലെ. എന്തായാലും സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ പറയുന്ന റിവ്യൂ അത് മതി നമുക്ക്. എന്താ പറയുക, നമ്മളെ പോലെയുള്ളവർക്ക് വിശ്വസിക്കാനും
ഒക്കെ വേണ്ടിയിട്ട്. എന്തായാലും നല്ല രീതിയിലുള്ള തിയേറ്റർ റെസ്പോൺസും ഇതിൻ്റെ കണ്ട റിവ്യൂവും കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള റിവ്യൂ തന്നെയാണ് വരുന്നത്. എന്തായാലും ചെറിയ ചെറിയ പോരായ്മകളും നെഗറ്റീവുകളൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ അത്രയും ഒരു വരുന്നില്ല. ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രക്കൊന്നും എമ്പുരാൻ ഇല്ല എന്നാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. എല്ലാവർക്കും ഇതിനെക്കാട്ടി കൂടുതൽ ഒരു കുറച്ചുകൂടെ ഇത് തോന്നുന്നത് ലൂസിഫർ തന്നെയാണ്. ലൂസിഫറിന്റെ അത്രയും വരില്ല എന്നാണ് മിക്ക ആൾക്കാരുടെ അഭിപ്രായം. എന്തായാലും ഇനി കാണാനിരിക്കുന്നവർക്കും പോയി കണ്ടവർക്കും ഒക്കെ ഒരു എന്താ പറയാ, ഇനിയും കണ്ടവർക്കാണെങ്കിൽ ഇനിയും കാണണമെന്നുള്ള ഒരു ത്വരയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. കാരണം ഈ ഒരു സിനിമയുടെ ഫുള്ള് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ കിണ്ണം കാച്ചിതാന്നാ പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം ഇത് കൊച്ചു കുട്ടികളായിട്ടോ അല്ലെ ഗർഭിണികൾക്കൊന്നും പോയി കാണാൻ പറ്റത്തില്ല. അത്രത്തോളം സൗണ്ടൊക്കെ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഭയങ്കരമെന്നാ പറയുന്നത്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തുള്ള അവയവങ്ങളൊക്കെ വിറയ്ക്കുമെന്നാ പറയുന്നത്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേ വേണ്ട, തിയേറ്ററിൽ പോയി കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. കാരണം എനിക്കൊന്നും ഒരുപാട് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല. കാരണം ഈ ഒരുപാട് സൗണ്ട് ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനൊന്നും ഇത് തിയേറ്ററിൽ പോയി കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ ഇതൊന്നും തിയേറ്ററിൽ പോയി കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കാനില്ല. ഇതൊക്കെ കഴിയട്ടെ, TV-യിലൊക്കെ വരുമല്ലോ അല്ലെ, OTT-യിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് സമാധാനത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല തിയേറ്ററിൽ പോയി കാണാനായിട്ട്, അതിനുള്ള ആരോഗ്യാവസ്ഥ അല്ല നമ്മുടേത്. അപ്പം എന്തായാലും എമ്പുരാൻ കിണ്ണം കാച്ചിയ സിനിമ തന്നെയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് പോകാം എന്ന് തന്നെയാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. എങ്കിൽ പോലും ചില നെഗറ്റീവ് സൈഡുകളും ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും കിടിലൻ സൂപ്പർ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മൊത്തത്തിലുള്ള തിയേറ്റർ റെസ്പോൺസും പിന്നെ മൊത്തത്തിലുള്ള റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.